ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എനിക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ടായ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞ വീഡിയോ ഇട്ടപ്പം എനിക്ക് അതിലൂടെ വന്ന ഇമ്പാക്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ കുറേ പേര് ആ വീഡിയോ വെച്ച് തിരിച്ചറിയാൻ തുടങ്ങി. സ്കൂളിൽ പോയപ്പോഴും പിന്നെ ഫസ്റ്റ് ആ വീഡിയോ കണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ പറഞ്ഞു. ആദ്യം കുറച്ച് ഗേൾസ് ഒക്കെ വന്നിനും അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഉണ്ട് എന്നായിരുന്നേ. പിന്നെ ബോയ്സ് പറഞ്ഞപ്പോൾ കുറച്ച് നല്ലോണം കളിയാക്കിയിട്ടുണ്ടേനും, പക്ഷെ അത് ഞാൻ അങ്ങനെ ബോധർ ചെയ്തിട്ടില്ലേനും. പിന്നെ ഒരു കുറച്ച് പറയും, പിന്നെ ഓരങ്ങോട്ടായി നിർത്തി. ടീച്ചേഴ്സ് എന്നെ വെച്ചറിയാം. എന്നിട്ട് എന്നോട് ക്ലാസ് ടീച്ചർ ഇങ്ങനെ വന്ന് ചോദിച്ചിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടീനോ വന്ന് ചോദിച്ചിരുന്നു. ഞാനത് യൂട്യൂബിലേനും ഇട്ടത്, പക്ഷെ അത് മണവാട്ടി പറഞ്ഞ ഒരാളാണത് ആദ്യം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത്. പിന്നെ അത് വേറെ ആൾക്കാരും ഇങ്ങനെ ഇടാൻ തുടങ്ങി. ആ മണവാട്ടിൻ്റെതാണ് സ്കൂള് മൊത്തം കണ്ടത്. ഞാൻ പറഞ്ഞ കുട്ടിയും അത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി എനിക്ക് ഞാൻ അയച്ചു തന്നിട്ട് ചോദിച്ചേ, എനിക്ക് നല്ല വിഷമമായോ. ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടപ്പം എനിക്ക് മനസ്സിലായി കുറെ പേർക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ട്. കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ കുറച്ച് പേര് അതിൽ നെഗറ്റീവ് ഇടാൻ വന്നിട്ടുണ്ടേനും, വെറുതെ കാര്യം പിന്നെ വന്നിട്ടുണ്ടേനും, നമുക്ക് വേണ്ടിയ സ്കൂളിൽ പഠിച്ചോ, പൈസ ഞങ്ങൾ കൊടുത്തോളാം. അങ്ങനെ ഞാൻ ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്തിരിക്കണം, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എനിക്കറിയാം എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റണമാതിരി ഞാൻ മാക്സിമം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ഉമ്മാതിരി കളികളൊക്കെ കാണുമ്പം ദേഷ്യ സങ്കടം ഒക്കെ വരുന്നുണ്ട്. സ്കൂൾ ഞാൻ പറയുന്നില്ല, ആ സ്കൂളാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ആ കുട്ടീനെ അവിടെ പൈസ കൊടുത്ത് കയറ്റിന്ന് ട്രയൽ അലോട്ട്മെന്റിന്റെ മുന്നേ ഞങ്ങളെല്ലാവരും അവിടെ മാനേജ്മെന്റിന് വാങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, മാനേജ്മെന്റ് കോട്ടന്റെ ഫോം ഇല്ല, അത് തീർന്നു പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയപ്പോഴും ഞങ്ങളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുന്നേ ട്രയൽ അലോട്ട്മെന്റിനും മുന്നേ റിസൾട്ട് വന്നപാട് ആ കുട്ടി അവിടെ പോയി ചേർന്നിട്ടുണ്ട്. ലെജൻഡ് കോളേജ് പട്ടാമ്പി. അത് അൻവർ എന്ന് പറഞ്ഞ ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് പഠിക്കാൻ വേണ്ടിയ എല്ലാ ചെലവും അവരെടുക്കാം, എനിക്ക് വേണ്ടി സ്ഥലത്ത് പോയി പഠിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഓരോ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാറാൻ വഴിയില്ല, ഞാൻ കമ്മ്യൂണിറ്റി കോട്ടയിലായി പോയി ചേർന്നോ, ഇതല്ലേ ഞാൻ മാറിയിരുന്നു. എനിക്ക് വേറെ അബ്ദുൽ സലാം, പച്ച നോണ പറയല്ലേ പെണ്ണ്, ഒരു A+ ഇല്ലാത്തവനും സീറ്റ് കിട്ടി, തനിക്ക് എവിടെ സീറ്റ് വേണ്ടത്? ഒരു A+ ഇല്ലാത്തവർക്ക് സീറ്റ് കിട്ടിയിരിക്കണം, അതെനിക്കറിയാം. ബാക്കോട്ട് ആയ കുട്ടികളും കേറുന്നുണ്ട് എന്ന് എനിക്കറിയാം, ഒരു പൈസ കൊടുത്ത് കേറുന്നുണ്ട് എന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. പക്ഷെ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒരെണ്ണാണ് പറഞ്ഞത്, പ്ലീസ് ലീഗിന് ഒരു ഭരണം, അതാണ് ലക്ഷ്യം, അല്ലാതെ സീറ്റ് അല്ല. SLC കഴിഞ്ഞ കുട്ടികൾ മുഴുവനും +2 ചേർന്ന് കഴിഞ്ഞു, ആരാ ഇവളെ കൊണ്ട് ഒക്കെ ഇത് ചെയ്യിക്കുന്നത്? എനിക്ക് ആസ് എ സ്റ്റുഡൻറ് ഞാൻ ഇപ്പം ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും ഞാൻ താഴ്ത്തുന്നുമില്ല. എൻ്റെ ഒരു പഠിക്കാന്നുള്ളതാണ്. അപ്പം ഞാൻ ആർക്കും ഇപ്പം സപ്പോർട്ട് ചെയ്യണേ. ആ കമന്റ് ഇട്ടവർക്കുള്ള റിപ്ലൈ, ഞാൻ ഇപ്പം ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരെയും ഞാൻ താഴ്ത്തണമില്ല. എനിക്കിപ്പം ആസ് എ സ്റ്റുഡൻറ് എഡ്യൂക്കേഷനെ ആവശ്യമുള്ളൂ, അത് പഠിച്ചുകൊണ്ടൊന്നും കിട്ടണില്ല. ആസ് എ സ്റ്റുഡൻറ് എന്ന നിലയിൽ എനിക്ക് ഉണ്ടായ സങ്കടങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞു. അതിന് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിന് ഒത്തിരി നെഗറ്റീവ്സ് വന്നു, അത് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ പിന്നെ ഒരാളെ പേര് വേൾഡ്, ഞാൻ എന്തായാലും ആളത് ഇവിടെ കൊടുക്കാം. ഫുൾ A+ ഉള്ള കുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഇതിന്റെ കാരണം ഓപ്ഷൻ കൊടുത്തത് തെറ്റാണ് എന്നത് തന്നെയാണ്. ഫുൾ A+ ഉള്ള കുട്ടിക്ക് ഓപ്ഷൻ കൊടുത്തത് തെറ്റാണ്, ഓക്കെ. പക്ഷെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. നമ്മളേക്കാൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ഓരോർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുക്കും, ഓരോന്നിട്ട് പൈസ കൊടുത്ത് കയറാണ്. പിന്നെ നമുക്ക് പൈസ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്തത് തെറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വിചാരിച്ച സ്കൂളിൽ തന്നെയാണ് എനിക്ക് പഠിക്കണം എന്ന ചിന്തയാണ് ആദ്യം മാറേണ്ടത്. മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് വിചാരിച്ച സ്കൂളിൽ പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടേ പറ്റൂ, മാർക്കുള്ള കുട്ടികൾക്ക് അത് പറ്റൂല, ഓക്കെ. പിന്നെ എൻ്റെ വീടിന്റെ അടുത്തുള്ള സ്കൂള്, ഞാൻ പ്രൈവറ്റ് സ്കൂളാണ് പഠിച്ചിട്ടുള്ളത് 10th വരെ. വീടിന്റെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ തൊട്ടടുത്താണ് ആ സ്കൂൾ ഇരിക്കണത് തന്നെ. പക്ഷെ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ആ സ്കൂൾ ഉള്ളത്. പക്ഷെ എൻ്റെ അമ്മ അവിടുത്തെ ഹൈസ്കൂളിന്റെ ഹെഡ് മിസ്ട്രസിന്റെ അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ ഹെഡ് മിസ്ട്രസിന്റെ അടുത്ത് വന്നപ്പം കുറേ ചീത്ത പറഞ്ഞു, കുട്ടികളെ പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടിട്ടില്ല, ഇങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ഗവൺമെന്റ് ടീച്ചേഴ്സിന് തന്നെ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു അടി ഉണ്ടാക്കി. അപ്പൊ ഉമ്മ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ സ്കൂളിന്റെ അവസ്ഥ അറിയാന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഇമ്മ അവിടെയാണ് 10th വരെ പഠിച്ചത്, +1 +2 അവിടെ അലമ്പന്നാണ്, അവിടേക്ക് വരണമെന്ന് പറയില്ല, എവിടെയും കിട്ടാത്ത കുട്ടികളാണ് അങ്ങോട്ട് വരിക, അങ്ങനെയൊക്കെ അവിടുത്തെ ഹെഡ് മിസ്ട്രസ് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള സ്കൂൾ അതാണ്, പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കും. വീട് പഞ്ചായത്തിലാണ് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടൂല. ആൻഡ് കോർപ്പറേഷനിലുള്ള കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു പൈസ എടുത്ത് ചേരാം, ഓരോർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുക്കുക. നമ്മള് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുത്താൽ അത് തെറ്റാവും.
കോർപ്പറേഷനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. വീട് പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാവും, അവിടെ പഠിക്കാൻ പറ്റില്ല. ചില സ്കൂളുകൾ മികവുള്ള സ്കൂളുകൾ എന്ന് കരുതി അങ്ങോട്ട് തള്ളി കയറും. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ആ സ്കൂളിൽ പഠിക്കണം അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റിയ മാർക്ക് വാങ്ങാന്നുള്ളതാണ്. അത് മാർക്ക് വാങ്ങിയിട്ട് പറ്റില്ല, ഒരാളുടെ പൈസ നോക്കിയിട്ടാണ് എടുക്കണമെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല ബേസിസ് ചെയ്യണം, എന്റെ വിചാരത്തിൽ മാർക്ക് മാത്രമേ ബേസിസ് ചെയ്യണേന്നതിനും. പക്ഷെ അതെല്ലാം എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ അതിൽ കുറെ പേര് പറഞ്ഞു എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല, 5A+ വാങ്ങിയ കുട്ടിയും പഠിക്കുന്ന കുട്ടി തന്നെയാണ് അതിനെ പറഞ്ഞു. പക്ഷെ ആ കുട്ടി പഠിക്കുന്ന കുട്ടി ആവാം, നമുക്ക് അതേ പറ്റുന്നുണ്ടാവുള്ളായിരിക്കാം. പക്ഷെ ആ കുട്ടി ഒന്നാമത് അതിനോട് നുണ പറഞ്ഞു ചെയ്ത്, അത് എന്തോ അത് അതിന്റെ പേഴ്സണൽ ആണ്, അതിന് കയറിയതാ നുണ പറഞ്ഞു ചെയ്ത്. പിന്നെ ഓരോ സ്കൂള് എഡ്യൂക്കേഷൻ മാത്രമല്ല അവിടെ നോക്കണത്. ഒന്നാമത് അവിടെ നമ്മൾ കോർപ്പറേഷൻ നിന്നാണോ പഞ്ചായത്തിൽ നിന്നാണോ വരുന്നത് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിന്റെ അവസ്ഥ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ പിന്നെ ഏത് സ്കൂളിലേക്കാ പോവാ? അവിടെ തൊട്ടടുത്തുള്ള സ്കൂളിന്റെ അവസ്ഥ പിന്നെ എനിക്ക് കോർപ്പറേഷനിലുള്ള സ്കൂളല്ലേ പറ്റുള്ളൂ. ചില സ്ഥാപനങ്ങളിലേ പഠിക്കുകയുള്ളൂ എന്ന വാശിയാണ് കുട്ടികൾ ഒഴിവാക്കേണ്ടത്. അത് ഓരോരുത്തരുടെ ആഗ്രഹമാണ്, വാശിയല്ല. ഇന്ന സ്കൂളിലെ പഠിക്കാൻ പറ്റണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 5A+ വാങ്ങിയ കുട്ടിയും ഞാനും ആ സ്കൂൾ തന്നെ ആഗ്രഹിച്ച്. ആ കുട്ടി വേറെ കൊമേഴ്സിന് ഒന്നും കൊടുത്തില്ല, ആ കുട്ടി സയൻസിന് തന്നെ കൊടുത്ത്. ഓരോ പാരന്റ് ആ കുട്ടീനെ അവിടെ പൈസ കൊടുത്തിട്ട് വിട്ട്. എനിക്ക് എന്തായാലും 1 lakh ഒന്നും കൊടുത്തിട്ട് എനിക്ക് എന്തായാലും സ്കൂളിൽ പഠിക്കാൻ കഴിയൂല. ക്യാഷ് ഉണ്ടെങ്കിൽ എവിടെ എത്താമെന്നും എന്തും ചെയ്യാമെന്നും ഉണ്ട്, അത് ഉള്ളത് തന്നെയാണ് എന്നോട്. ഞാൻ അത് പലരും പറഞ്ഞ് കേട്ടും ചെയ്തു. ഓരോരുത്തർക്ക് ഡിസബിലിറ്റി ഉണ്ട്, ആ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. പക്ഷെ ഓരവിടെ ഒരു കെട്ട് പൈസ വെച്ചപ്പം ആ കുട്ടീനെ ഓരോരുത്തർ അവിടെ പിന്നെ ഡിസബിലിറ്റി ഒന്നുമില്ല, മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. എനിക്ക് അറിയാതെ പിന്നെ എന്നോട് ഒരു ആന്റി പറഞ്ഞിരുന്നു, ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഓരോരുത്തർ ഓരോ പൊസിഷനിലെത്തും, ഓരോ അങ്ങനെ പഠിച്ചു കയറും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഓർക്ക് ഈ പൈസ ഉള്ളവർക്കുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, അവർക്ക് എന്തും കാട്ടാ, പഠിക്കണം എന്നില്ല, അവർക്ക് എന്തും ചെയ്യാം. ഒരു പൈസ കൊടുത്തിട്ട് എവിടെയും ഒരു അഡ്മിഷൻ എടുക്കും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അത് എഡ്യൂക്കേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പം എന്നോട് ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ക്യാഷ് കൊടുത്തിട്ട് ജോബിന് കയറിയാലും ഇത്തിരി കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക, അത് പഠിച്ചവർക്ക് എന്നെ പറ്റുള്ളൂ. ഈ ക്യാഷ് കൊടുത്തവർക്ക് അതെനിക്ക് തോന്നിയതാണ്, അവർക്ക് പഠിക്കണം എന്നോ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടെങ്കിലും അവർക്ക് പഠിക്കണം എന്നൊന്നും അവർക്ക് അങ്ങനെ ഒരു തോട്ട് ഇല്ല. അവർക്ക് പൈസ ഉണ്ട്, അപ്പോൾ ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ അത് അവർക്കൊരു പ്രശ്നമല്ല, അവർക്ക് അടുത്ത സ്ഥലത്തും ക്യാഷ് കൊടുത്ത് കയറാൻ പറ്റും എന്നുള്ളൊരു തോട്ടുണ്ട്. ഞാൻ ഇത് അറിഞ്ഞപ്പം കുറേ ഇരുന്ന കരഞ്ഞീന്. അപ്പൊ അമ്മന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പഠിക്കുക, ഒരു പൈസ കൊടുത്തിട്ട് ഒരു കയറി. ഞാൻ പൈസ നോർമലി കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ട് ഞാനും കയറി. പക്ഷെ ബുദ്ധി ആർക്കും മോഷ്ടിക്കാൻ കഴിയൂല, അത് എൻ്റെ തന്നെയാണ്. അത് ഞാൻ പഠിച്ചു വെച്ചാൽ അത് എനിക്ക് തന്നെ ഉണ്ടാവും, അത് എനിക്ക് ലാസ്റ്റ് അതിനൊരു സക്സസ് ഉണ്ടാവും ചെയ്യും, എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്ന അവർ പറഞ്ഞിട്ടുണ്ടേനു. എന്റെ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ആകാം. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ നല്ല സങ്കടമാണ്. ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്, അപ്പൊ അതിൽ പിന്നെ ടൈം റെസ്ട്രിക്റ്റഡ് ആണ്, എനിക്ക് അതിൽ 1 minute ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ഇട്ട ആ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിൽ കരഞ്ഞിങ്ങനെ കുറച്ച് പറയണത് ഒരു കണ്ടിട്ടുള്ളൂ. അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവിടുത്തെ ആളാണ്. അവിടെ നിന്നിട്ട് എന്റെ ക്ലാസ് ടീച്ചർ എന്നോട് ഒന്ന് ചോദിച്ചു, നമുക്ക് എന്താ പ്രശ്നം, ഇവിടെ സ്കൂള് പറ്റായിട്ടാണോ, ഇതുകൊണ്ടാണോ ഈ കാര്യണത്, ഇവിടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, എനിക്ക് സ്കൂള് പറ്റായിട്ടാണോ എന്ന് പറയേണ്ടത്. ഞാൻ ഇപ്പം പഠിക്കുന്ന സ്കൂള് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് അവിടെ സറൗണ്ടിങ്സും ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എല്ലാം എനിക്ക് ഓക്കെയാണ്. ഇപ്പൊ ഞാൻ +1 ഇപ്പൊ തന്നെ ഞാൻ ബാക്കോട്ട് തിരികെ ചിന്തിക്കാം, നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസും അല്ലാണ്ട് ചീത്ത മെമ്മറീസും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നല്ലതിനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ആ കുട്ടി ഈ വീഡിയോ കാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എനിക്കിപ്പോ എന്നോട് ഒരു ദേഷ്യവും ഇല്ല. പക്ഷെ ഈ അങ്ങനെ കയറിയതിലും എന്നോട് കളവ് പറഞ്ഞതിലും എനിക്ക് സങ്കടമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അത്രേ ഉള്ളൂ. ബൈ.